സൂര്യ പൊതുസ്ഥലത്ത് വെച്ച് കരണത്തടിച്ചു. സിംഗം സൂര്യ ഇതാ വീണ്ടും ഗർജിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിലെ റോഡിൽ നടന്ന ഒരു അപകടവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് വിവാദമായിരിക്കുന്നത്. 2 വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഒരു യുവതി ഓടിച്ചു വന്ന കാർ ഇടിച്ചതാണ് തുടക്കം. അപകടസ്ഥലത്ത് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച വിദ്യാർത്ഥികൾ യുവതിയെ തടഞ്ഞുവെക്കുകയും അവരോട് നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും യുവതി അതിന് തയ്യാറാകാതെ വന്നതോടെ യുവാക്കളായ വിദ്യാർത്ഥികൾ കാറിന്റെ ചില്ലെറിഞ്ഞുടച്ച് അവരോട് അസഭ്യമായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥ സിംഗം അവിടേക്ക് കടന്നുവരുന്നത്. ഒരു സ്ത്രീയെ പൊതുമധ്യത്തിൽ വെച്ച് ആക്ഷേപിക്കുന്ന യുവാക്കളെ പിന്തിരിപ്പിക്കാൻ സൂര്യ ശ്രമിച്ചെങ്കിലും യുവവിദ്യാർത്ഥികളായ പ്രേംകുമാറും ലെനിനും കൂടുതൽ അക്രമാസക്തരാവുകയായിരുന്നു. എന്നാൽ ഒരു സ്ത്രീ എന്ന പരിഗണനയില്ലാത്ത കുട്ടികളെ തള്ളിമാറ്റി ആ സ്ത്രീക്ക് സുരക്ഷയൊരുക്കിയ സൂര്യയെ എത്ര അഭിനന്ദിച്ചാലും അത് കൂടുതലാകില്ല. കാരണം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുന്ന ഇത്തരം സ്ത്രീകൾക്ക് നേരെയുള്ള അരാജകത്വത്തിൽ പൊതുസമൂഹം ഇടപെടാത്തതുകൊണ്ടാണ് അക്രമങ്ങൾ വർദ്ധിച്ചുവരുന്നത്. ശക്തമായ നിയമസംവിധാനം നിലവിലുണ്ടെങ്കിലും നിയമപാലകർ എത്താൻ വൈകുന്നതും സ്ത്രീകൾക്ക് നേരെയുള്ള ക്രൂരത വർദ്ധിക്കാൻ സാഹചര്യമൊരുക്കുന്നു എന്നതാണ് സത്യം. അക്രമാസക്തരായ വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ രക്ഷിച്ച സൂര്യയോട് പുഷ്പ എന്ന സ്ത്രീ എന്നും നന്ദി രേഖപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്. പുഷ്പ എന്ന ആ ഇര മാത്രമല്ല, ഞങ്ങളും ഈ ഇടപെടലിൽ അഭിമാനിക്കുന്നു. ഓരോ സ്ത്രീക്ക് നേരെ നടക്കുന്ന അക്രമത്തിലും അപ്പപ്പോൾ തന്നെ പൊതുസമൂഹം പ്രതികരിച്ചാൽ തടയാനും നമ്മുടെ സഹോദരിമാരുടെ മാനം കാക്കാനും കഴിയുമെന്നുള്ളതാണ് സത്യം. സൂര്യക്കെതിരെ അതിലൊരു വിദ്യാർത്ഥി പരാതി കൊടുത്തത് പൊതുമധ്യത്തിൽ വെച്ച് തന്നെ സൂര്യ വളരെ അടുത്തുനിന്ന് കരണത്തടിച്ചു എന്നാണ്. സൂര്യയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പ്രേംകുമാർ എന്ന വിദ്യാർത്ഥി ആവശ്യപ്പെടുന്നത്. ആ സഹോദരിയെ അപമാനിച്ച പ്രേംകുമാറിനെയും ലെനിനെയും പൊതുസമൂഹത്തിന് വിട്ടുകൊടുക്കുക. ഒരു വിവാദമല്ല, ഒരു തീർപ്പ് നാട്ടുകാർ കൽപ്പിക്കും. ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.